ഒരമ്മയുടെ, ഒരു ബാലികയുടെ എല്ലാവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും ഒരു മകൻ്റെ ജീവിതം കൊണ്ട് ആ അമ്മയ്ക്കുണ്ടായി. ആ സാഹചര്യങ്ങളുണ്ടായ ഒരു നിമിഷം പോലും യേശുവിലേക്ക് നോക്കി ഒരു പരാതിയോ ഒരു നെടുവീർപ്പോ, ദൈവത്തെങ്കിലേക്ക് നോക്കി ഇത് എന്തിനെനിക്ക് നൽകി എന്നുള്ള പരാതിയോ പരിശുദ്ധ അമ്മ ഉരിയാടിയിട്ടില്ല. ഉരിയാടിയതായി നമ്മൾ വേദഭാഗത്ത് കാണുന്നവരെ, മറിച്ച് എല്ലാ പ്രതിസന്ധിയിലും യേശുവിനോട് ചേർന്ന്, മറ്റുള്ളവരുടെ പ്രതിസന്ധിയിൽ യേശുവിനോട് ചേർന്ന്, സ്വന്തം പ്രതിസന്ധിയിലും യേശുവിനോട് ചേർന്ന് നിൽക്കുവാനാണ് അമ്മ മനസ്സ് കാണിച്ചത്. യേശുവിനോട് ചേർന്ന് നിൽക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഈ പരിശുദ്ധ കുർബാന യേശുവാണെന്ന് കാലങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ച് ആരാധിച്ചു പോരുന്നു. ഈ പരിശുദ്ധ ബലിപീഠം യേശുവിൻ്റെ ബലിപീഠമാണ്. യേശു ബലിയാകുന്ന ബലിപീഠമാണ്. ഈ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ദൈവമാതാവിനെ പോലെ യേശുവിനോട് ചേർന്ന് നിൽക്കുക. പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകണം. യാതൊരു പരാതിയുമില്ലാതെ, യാതൊരു ആഗ്രഹങ്ങളുമില്ലാതെ ദൈവത്തിൻ്റെ ഇച്ഛ എന്താണോ, ദൈവത്തിൻ്റെ വാക്കുകൾ എന്താണോ അതിനോട് ചേർന്ന് 100% വിശ്വസ്തയോടുകൂടി അത് സ്വീകരിച്ച് ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയണം. പരിശുദ്ധ അമ്മ യേശുവിനോട് പറ്റിച്ചേർന്ന് ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത് പോലെ ഈ പരിശുദ്ധ അൾത്താരയോട്, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നമ്മളും ഓരോ നിമിഷവും ജീവിതത്തിൽ ആയിരിക്കുക. പരിശുദ്ധ അമ്മയെപ്പോലെ തനിക്ക് ലഭിച്ച ദൈവവിളിയിൽ അടിസ്ഥാനപ്പെടുത്തി തൻ്റെ ജീവിതം ക്രമീകരിക്കുവാനും, നമ്മൾ ഓരോരുത്തരുടെ ജീവിതം ക്രമീകരിക്കുവാനും, അൾത്താരയോട് പറ്റിച്ചേർന്ന് നിൽക്കുവാനും, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാക്കി ജീവിക്കുവാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.